സംസ്ഥാനത്ത് വീണ്ടും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വിളയാട്ടം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ രണ്ടിടങ്ങളിൽ നിന്ന് മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തു വന്ന 2 ബംഗ്ലാദേശി പൗരന്മാരാണ് പിടിയിലായതും. ബംഗാൾ സ്വദേശി ഹനീഫ് അലി എന്ന പേരിൽ വ്യാജ ആധാർ കാർഡും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. 2 വർഷത്തിലധികമായി കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മനോവർ ഹക്കർ കൊട്ടിയത്ത് താമസിച്ചുകൊണ്ട് തൃക്കോവിൽവട്ടം ഡീസന്റ് മുക്ക് എന്ന സ്ഥലത്ത് മാർക്ക് എന്ന കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് വ്യാജ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജ ആധാർ കാർഡ് ബംഗ്ലാദേശിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചതാണ് എന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണ് എന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു വ്യക്തിയെയും പിടികൂടി. ബംഗ്ലാദേശിലെ നെൽഫാർമി ജില്ലയിൽ നിന്നുള്ള നസ്രുൽ ഇസ്ലാമാണ് പിടിയിലായതും. അറസ്റ്റ് ചെയ്ത നസ്രുൽ ഇസ്ലാമിനെ സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും അതുപോലെ തന്നെ കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. അതേസമയം കൂടുതൽ ബംഗ്ലാദേശികൾ ജില്ലയുടെ വിവിധ മേഖലകളിലായി നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനധികൃത താമസക്കാർക്ക് ഇന്ത്യയിൽ രേഖകൾ തയ്യാറാക്കി നൽകുന്ന മാഫിയയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി ബംഗ്ലാദേശ് സ്വദേശികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചതും. ഇവർ ഏജന്റുമാർ വഴിയാണ് കേരളത്തിലെത്തിയതെന്നാണ് വിവരം ലഭ്യമാകുന്നത്. ഏറ്റവും സുരക്ഷിത ഇടമെന്ന നിലയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ താവളമാക്കുന്നത് കേരളമാണ്. എല്ലാ ജില്ലകളും ഇവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇത്തരക്കാർ അനധികൃതമായി കുടിയേറ്റി താമസിക്കുന്നതെന്നതാണ് പറയപ്പെടുന്നതും. ജോലി അന്വേഷിച്ചെന്ന വ്യാജേനയാണ് ഇവിടെ പല ബംഗ്ലാദേശികളും തമ്പടിക്കുന്നത്. അടുത്തിടെ പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ പേരിൽ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് വർഷങ്ങളായി തലസ്ഥാനത്ത് താമസിച്ചിരുന്ന ബംഗ്ലാദേശ് പൗരന്മാരായ കഫീത്തുള്ള, അതുപോലെ തന്നെ സൊഹിന്ദൂർ, അലങ്കർ എന്നിവരെ തിരുവനന്തപുരം നെട്ടയത്തെ വാടക വീട്ടിൽ നിന്നും വട്ടിയൂർക്കാവ് പോലീസ് പിടികൂടിയിരുന്നു. ഇവരിൽ ഒരാൾ 2014 മുതൽ കേരളത്തിൽ താമസിച്ചു വരികയായിരുന്നുവെന്നും പറയുന്നു. കെട്ടിട നിർമ്മാണമാണ് ആ ജോലിക്കായി എത്തുന്ന വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ഇവർ കഴിഞ്ഞു വരികയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചിയിൽ നിന്ന് മാത്രമായി 27 അനധികൃത ബംഗ്ലാദേശികളെയാണ് പോലീസ് പിടികൂടിയതും. കൂടാതെ തന്നെ തൃപ്പൂണിത്തറ, ഏരൂർ, മാത്തൂരിൽ അനധികൃതമായി തങ്ങിയ ഒരു വനിതയടക്കം 3 ബംഗ്ലാദേശികളെയും പിടികൂടിയിരുന്നു. ആക്രി പെറുക്കി നടക്കുന്ന ഇവർ കഴിഞ്ഞ നവംബറിലാണ് ഏരൂരിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയതും. ഏജന്റിന്റെ സഹായത്തോടെ തന്നെ 2 ആധാർ കാർഡുകൾ സ്വന്തമാക്കി. ഇന്ത്യക്കാരെന്ന പേരിൽ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ അങ്കമാലിയിലും ഒരാൾ പിടിയിലായിരുന്നു. ഇയാളുടെ കാലാവധി കഴിഞ്ഞ ബംഗ്ലാദേശ് പാസ്പോർട്ടും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 13 മാസത്തിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ തന്നെ പിടികൂടിയിരിക്കുന്നത് 2601 ബംഗ്ലാദേശി പൗരന്മാരെയായിരുന്നു. ആഭ്യന്തര മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടതും. 2024 ജനുവരി 1-നും 2025 ജനുവരി 31-നും ഇടയിലായിരുന്നു ഈ അറസ്റ്റുകൾ നടന്നതെന്നും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞിരുന്നു. രാജ്യത്ത് വൻ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശികൾ. ഇന്ത്യയിൽ കടന്നു കയറിക്കൊണ്ട് പല ആക്രമണ സംഭവങ്ങളിലും പങ്കാളികളായിട്ടുണ്ട് ഇവർ. 2025 ജനുവരിയിൽ 176 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയിരുന്നു. ഇത് BSFന്റെ ജാഗ്രതയുടെ ഫലമാണ്. 2024 കണക്കുകൾ പ്രകാരം ഡിസംബറിൽ 253 ബംഗ്ലാദേശി പൗരന്മാരെയും, നവംബറിൽ 310 പേരെയും, ഒക്ടോബറിൽ 331 പേരെയും, സെപ്റ്റംബറിൽ 300 പേരെയും പിടികൂടിയിരുന്നു. ഏറ്റവും കുറവ് പിടികൂടിയവരുടെ എണ്ണമെന്ന് പറയുന്നത് 2024 മെയ് മാസത്തിൽ 32 ആയിരുന്നു. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ വിപുലമായ നിരീക്ഷണം, മനുഷ്യശക്തി വർദ്ധിപ്പിക്കൽ, സാങ്കേതിക സംയോജനം എന്നിവയ്ക്ക് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആസാമിലെ ദുർബയിലുള്ള ഹാൻഡ് ഹെഡ് തെർമൽ ഇമേജുകൾ, അതുപോലെ തന്നെ നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ, UVകൾ, CCTV, അതുപോലെ തന്നെ ക്യാമറകൾ, IR സെൻസറുകൾ, സമഗ്ര സംയോജിത ബോർഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവ ഈ നടപടികളിൽ ഉൾപ്പെടുന്നു. അതിർത്തിയിൽ നിരന്തരം പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകൾ, നിരീക്ഷണ പോസ്റ്റുകൾ ലോക്കൽ പോലീസുമായും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശുമായും സംയോജിത ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം എന്നിവ ഈ നടപടികളിൽ ഉൾപ്പെടുന്നു. അതിർത്തിയിൽ നിരന്തരം പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകൾ, നിരീക്ഷണ പോസ്റ്റുകൾ ലോക്കൽ പോലീസുമായും അതുപോലെ തന്നെ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശുമായും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.